വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ 9-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയാണ് ജൈന മന്ദിരങ്ങൾ മിക്കവാറും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ചേരമാൻ പെരുമാളും ആയ് വംശരാജാക്കന്മാരും ജൈനമതം പ്രോത്സാഹിപ്പിച്ചിരുന്നവരായി കണക്കാക്കുന്നു. സുൽത്താൻ ബത്തേരിയിലും അതിനു ചുറ്റുമായി 12 ജൈന തെരുവുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സുൽത്താൻ ബത്തേരിക്ക് ഗണപതിവട്ടം എന്നുകൂടി ഒരു പേരുണ്ട്. ഈ കാണുന്ന ജൈന ക്ഷേത്രാവശിഷ്ടങ്ങൾ ഏതാണ്ട് ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിലേതാണെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. വലിയ കരിങ്കൽ പാളികൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റുമതിൽക്കെട്ടുകളുമുണ്ട്. ഗർഭഗൃഹം, അന്തരാള, അടച്ചുകെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം എന്നിവ ഇവിടെ കാണാം. ശ്രീകോവിൽ ചതുരാകൃതിയിലാണ്. വിഗ്രഹം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ മണ്ഡപത്തിനു ചുറ്റുമായി ജൈന ദേവപ്രതിഷ്ഠകൾ കാണാം. പുഷ്പാകൃതികളും സർപ്പബന്ധങ്ങളും ഹാരങ്ങളും വജ്ര പ്രതീകങ്ങളും തീർത്ഥങ്കരാകൃതികളും ഹംസങ്ങളും കൊണ്ട് തൂണുകളും മറ്റു ചുമരുകളും അലങ്കരിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ മന്ദിരം ഇപ്പോൾ നിലനിൽക്കുന്നത്.